ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് ഡാറ്റ അനാലിസിസ് ആണ്. നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളിലെ ബിസിനസ് ഡാറ്റ അനാലിസിസിലെ എന്താണ് ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എന്താണ് ബിസിനസ്സിലെ ഡാറ്റ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള എല്ലാം നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ഡാറ്റ അനാലിസിസ് തന്നെ ഇറ്റ് ഈസ് എ ഡാറ്റ ഡ്രിവൺ ബിസിനസ് മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഡാറ്റ. ഡാറ്റ ഡ്രിവൺ ബിസിനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഒരു ബിസിനസ്സിൽ ഡിസിഷൻ എല്ലാം എടുക്കുന്നത്. നമ്മുടെ പാസ്റ്റ് ആയിട്ടുള്ളതും പ്രസൻ്റ് ആയിട്ടുള്ളതും അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇവൻറ്റുകളുടെ എല്ലാം ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ട് ആ ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ഡിസിഷൻസും എടുക്കുന്നത്. എക്സാമ്പിൾ സെയിൽസ്, ഒരു 5-6 മാസത്തെ സെയിൽസ് ഒരുമിച്ച് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മാസമാണ് കൂടുതൽ, എന്തുകൊണ്ട് ഈ മാസം കുറഞ്ഞു, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ സാധിക്കും. സോ ബിസിനസ് analysis is the process of collecting, sorting, processing and studying business data and using statistical models and iterative methodologies to transform data into business insights. ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കളക്ടിങ്, സോർട്ടിങ് ആൻഡ് പ്രോസസ്സിങ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു, അത് എന്നിട്ട് സോർട്ട് ചെയ്തിരിക്കുന്നു, എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് ബിസിനസ്സിന് വേണ്ട രൂപത്തിലേക്ക് പല സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് ഉപയോഗിച്ചിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സർവേസ് എല്ലാം നമ്മൾ കണ്ട് കാണും. നമ്മുടെ നാട്ടുകളിലും അതുപോലെ പഞ്ചായത്തുകളിൽ നിന്നെല്ലാം സർവേ എടുക്കാൻ വരാറുണ്ട്. അതെല്ലാം ഡാറ്റ കളക്ഷൻ മെത്തേഡ്സാണ്. അപ്പോൾ ഇത് എല്ലാവരുടെയും ഡാറ്റ കളക്ട് ഒരു ക്വസ്റ്റ്യനെയർ വഴിയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഷെഡ്യൂൾസ്, ക്വസ്റ്റ്യനെയർ, അതുപോലെ ഇൻ്റർവ്യൂ, ഈ വഴികളൊക്കെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അത് കളക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അവരത് സോർട്ട് ചെയ്യുന്നു, അല്ലേ? ഇത്ര മെയിലുണ്ട്, ഇത്ര ഫീമെയിലുണ്ട് എന്നുള്ള കാറ്റഗറി, അപ്പോൾ അല്ലെങ്കിൽ ഇത്ര കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇത്ര, മലപ്പുറം ജില്ലയിൽ നിന്ന് ഇത്ര നല്ല പറഞ്ഞിട്ട് സോർട്ട് ചെയ്ത് തിരിച്ചിരുന്നു. എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം അത് പല സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു, ആ ഡാറ്റകളെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് രൂപത്തിലെല്ലാം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടും. The goal of a business analytics is to determine which data sets are useful and how they can leverage to solve business problems and increase efficiency, productivity and revenue. ഒരു ബിസിനസ് അനാലിറ്റിക്സിൻ്റെ മേജറായിട്ടുള്ള എയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഡാറ്റ സെറ്റ്സ് ആണ് ഒരു ബിസിനസ്സിലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും അത് എങ്ങനെ ഒരു പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി, റവന്യൂ എല്ലാം ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നെല്ലാം അനലൈസ് ചെയ്യുന്നതാണ് ഒരു ബിസിനസ് അനാലിറ്റിക്സിൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടുത്തെ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം ഡാറ്റ അനലൈസ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമുക്ക് ഇവിടുത്തെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാനും കണ്ടെത്താനും ഒക്കെ സാധിക്കും. അപ്പോൾ ഏർലി ഡിറ്റക്ഷൻ എല്ലാം ഇതിലൂടെ പോസിബിൾ ആയിരിക്കും. ബിസിനസ് അനാലിറ്റിക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബിസിനസ് ഇൻ്റലിജൻസ്. ബിസിനസ് അനാലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു സബ്സെറ്റാണ്, ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ സബ്സെറ്റാണെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി ഇംപ്ലിമെൻറ്റഡ് വിത്ത് ദി ഗോൾ ഓഫ് ഐഡൻറ്റിഫൈയിങ് ആക്ഷനബിൾ ഡാറ്റ. ബിസിനസ് ഇൻ്റലിജൻസ് ഈസ് ടൈപ്പിക്കലി ഡിസ്ക്രിപ്റ്റീവ്. അപ്പോൾ ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. ബിസിനസ് ഇൻ്റലിജൻസ് ഈസ് ടൈപ്പിക്കലി ഡിസ്ക്രിപ്റ്റീവ്. അപ്പം ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, വിവരണാത്മകമായ എന്നുള്ള അർത്ഥമാണ് മലയാളത്തിൽ. അത് വിവരിച്ചിട്ടുള്ളതായിരിക്കും. Business intelligence is typically descriptive, focusing on strategies and tools utilized to acquire, identify, categorize the raw data and report on past or current event. ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് ഫോമാണ്. അത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്, ഒരു ബിസിനസ്സിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ്, ടൂൾസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, അതുപോലെ ആ ഓർഗനൈസേഷൻ്റെ ഡാറ്റ എങ്ങനെ പാസ്റ്റ് ഡാറ്റയും അല്ലെ പ്രസൻറ്റ് ഡാറ്റ എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഓർഗനൈസേഷൻ്റെ ഡാറ്റയിൽ നിന്ന് പ്രഡിക്ഷൻ നടത്താൻ പറ്റുന്നതെല്ലാം ഇവിടെ ബിസിനസ് ഇൻ്റലിജൻസിലൂടെ സാധിക്കുന്നത്. ബിസിനസ് ഇൻ്റലിജൻസ് ഈസ് ടൈപ്പിക്കലി ഡിസ്ക്രിപ്റ്റീവ്, ഫോക്കസിങ് ഓൺ സ്ട്രാറ്റജീസ് ആൻഡ് ടൂൾസ് യൂട്ടിലൈസ് ടു അക്വയർ, ഐഡൻറ്റിഫൈ ആൻഡ് കാറ്റഗറൈസ് റോ ഡാറ്റ ആൻഡ് റിപ്പോർട്ട് ഓൺ പാസ്റ്റ് ഓർ കറണ്ട് ഇവൻറ്റ്.
അപ്പോൾ ആ ഡാറ്റകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പാസ്റ്റ് ഡാറ്റകളായിരിക്കും ഉപയോഗിക്കുന്നത്. ഇതിൽ പ്രസൻറ്റ് ഡാറ്റകളെല്ലാം ഉപയോഗിച്ചിട്ട് എന്തെല്ലാം ഒരു ഓർഗനൈസേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നെല്ലാം പ്രഡിക്റ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. അതാണ് അടുത്ത സെൻറ്റൻസിൽ പറയുന്നത്. ബിസിനസ് അനാലിസിസ് ഈസ് മോർ പ്രിസ്ക്രിപ്റ്റീവ്, ഡിവോട്ടഡ് ദി മെത്തഡോളജി ബൈ വിച്ച് ദി ഡാറ്റ ക്യാൻ ബി അനലൈസ്ഡ്, പാറ്റേൺസ് റെക്കഗ്നൈസ് ആൻഡ് മോഡൽ ഡെവലപ്ഡ് ടു ക്ലാരിഫൈ പാസ്റ്റ് ഇവൻറ്റ്സ്, ക്രിയേറ്റ് പ്രഡിക്ഷൻ ഫോർ ഫ്യൂച്ചർ ഇവൻറ്റ്സ് ആൻഡ് റെക്കമെൻഡ് ആക്ഷൻസ്. അപ്പോൾ ഇതിൽ ഈ ബിസിനസ് ഡാറ്റ അനാലിസിസ് ഉപയോഗിച്ചിട്ട് 3 പ്രോസസ്സാണ് ചെയ്യുന്നത് അല്ലേ, ഒരു ഔട്ട്കം ആണുള്ളത്. എന്തൊക്കെയാണ്? പാസ്റ്റ് ഇവൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ എന്തുകൊണ്ടാണ് പാസ്റ്റിൽ അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സെയിൽസ് കുറഞ്ഞു, അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും. പിന്നെ അതുപോലെ പ്രഡിക്ഷൻ നടത്താൻ പറ്റും. അടുത്ത ഫ്യൂച്ചറിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള ക്രിയേറ്റ് പ്രഡിക്ഷൻ ഫോർ ഫ്യൂച്ചർ. എൻ്റെ റെക്കമെൻഡ് കൊടുക്കണമെങ്കിൽ അത് ഇതെന്ത് ചെയ്യാം, ബിസിനസ് ഡാറ്റ അനാലിസിസ് ഉപയോഗിച്ചിട്ട് നമുക്ക് റെക്കമെൻഡും ഒരു ഓർഗനൈസേഷന് കൊടുക്കാൻ സാധിക്കും. Sophisticated data, quantitative data, and mathematical models are all employed by business analytics to find solution for data-driven issues. അപ്പോൾ ഡാറ്റ-ഡ്രിവൺ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഡാറ്റയുടെ അനുസരിച്ചിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതായിരിക്കും ഡാറ്റ-ഡ്രിവൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് മോഡൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തിനു സാധിക്കുന്നു, ഈ ഡാറ്റ പല മാത്തമാറ്റിക്കൽ മോഡൽസും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എല്ലാം നടത്തിയിട്ട് നമ്മൾ പല ടെസ്റ്റുകളെല്ലാം നടത്തിയിട്ട് ഒരുപാട് ആൻസേഴ്സ് അതിൽ നിന്ന് പിടിക്കുന്നുണ്ട്. ദ ക്യാൻ ബി യൂട്ടിലൈസ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇൻഫർമേഷൻ സിസ്റ്റം, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഓപ്പറേഷൻ റിസർച്ച് ടു എക്സ്പാൻഡ് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോംപ്ലക്സ് ഡാറ്റാ സെറ്റ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡീപ്പ് ലേണിംഗ് എക്സെട്ര. അതിൽ കുറച്ച് പറയുന്നുണ്ട്. അപ്പം ഇതിൽ എന്താണ്, ദേ ക്യാൻ യൂട്ടിലൈസ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇൻഫർമേഷൻ സിസ്റ്റം, കമ്പ്യൂട്ടർ സയൻസ്, ഓപ്പറേഷൻ സിസ്റ്റം, ഇങ്ങനത്തെ എല്ലാ ഡിസിപ്ലിൻസും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് വേണ്ടത് ആ രീതിയിൽ ഡാറ്റയെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് പല സോഫ്റ്റ്വെയർസും പല ടെക്നോളജീസ് എല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആയാലും ഓപ്പറേഷൻ റിസർച്ച് ആയാലും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയും എല്ലാം നമുക്ക് ഒരു ഡാറ്റയെ എന്ത് ചെയ്യാൻ സാധിക്കും, പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കും. This information can then be leveraged to accurately predict future events related to consumer action or market trends, to recommend steps that can drive consumers toward desired goal. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് എല്ലാം എന്ത് ചെയ്യാൻ സാധിക്കും, ഇറ്റ് ക്യാൻ ബി ലിവറേജ് ടു ആക്യുറേറ്റ്ലി പ്രഡിക്റ്റ് ഫ്യൂച്ചർ. ഈ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാനും അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ ഒരു മാർക്കറ്റിലെ ട്രെൻഡ് പ്രഡിക്റ്റ് ചെയ്യാനും അതുപോലെ റെക്കമെൻഡ് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് ബിസിനസ്സിന് എന്തെങ്കിലും റെക്കമെൻഡേഷൻ കൊടുക്കാനെല്ലാം ഈ ഡാറ്റകൾ ഉപയോഗിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കസ്റ്റമേഴ്സിൻ്റെ ഗോൾ, അതായത് ഡിസൈഡ്, അവരുടെ ഉള്ളിലുള്ള ആ ഒരു ആവശ്യം, നീഡ് അല്ലെങ്കിൽ കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻ എല്ലാം നമുക്കിതിലൂടെ നിറവേറ്റാൻ സാധിക്കും. Data analytics is the science of analyzing raw data in order to make conclusions. ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ സയൻസ്. അതൊരു സയൻസ് ആണ് അല്ലേ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, പല മാത്തമാറ്റിക്കൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഡാറ്റ അനലൈസ് ചെയ്യുന്നത്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സയൻസ്. ഡാറ്റ അനലിറ്റിക്സ് ഈസ് എ സയൻസ് ഓഫ് അനലൈസിങ് റോ ഡാറ്റ ഇൻ ഓർഡർ ടു മേക്ക് കൺക്ലൂഷൻസ്. അപ്പം റോ ഡാറ്റയെ അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു, അത് ഡാറ്റ അനാലിസിസ് ഉപയോഗിച്ചിട്ട്. മെനി ഓഫ് ദി ടെക്നിക്സ് ആൻഡ് പ്രോസസ് ഓഫ് ഡാറ്റ അനലിറ്റിക്സ് ഹാവ് ബീൻ ഓട്ടോമേറ്റഡ് ഇൻ ടു മെക്കാനിക്കൽ പ്രോസസ് ആൻഡ് ആൽഗോരിതം ദാറ്റ് വർക്ക് ഓവർ റോ ഡാറ്റ ഫോർ ഹ്യൂമൻ കൺസംഷൻ. പല ടെക്നിക്സും അതുപോലെ ഡാറ്റ അനലിറ്റിക്സിൽ പല ടെക്നിക്കുകളും അതുപോലെ ടൂൾസ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ റോ ഡാറ്റ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു മീനിങ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാം, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ അഡ്വാൻറ്റേജസ് ആകുന്ന രീതിയിൽ എങ്ങനെ അതിനെ കൺക്ലൂഡ് ചെയ്തെടുക്കാം എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പല ടെക്നിക്കുകളും ഉപയോഗിക്കുന്നുണ്ട്. ഇൻ സിമ്പിൾ വേർഡ്സ്, ഡാറ്റ അനാലിസിസ് ഇസ് ദി പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് ഓർഗനൈസിങ് ഡാറ്റ ഇൻ ഓർഡർ ടു ഡ്രോ ഹെൽപ്ഫുൾ കൺക്ലൂഷൻ.
സിമ്പിൾ വേർഡിൽ എങ്ങനെ പറയാം നമുക്ക്? ഒരു ഡാറ്റ അനാലിസിസ് പറഞ്ഞാൽ കളക്ടിങ് ആൻഡ് ഓർഗനൈസിങ് ഡാറ്റ. ആദ്യം തന്നെ കളക്ട് ചെയ്യുന്നു, പിന്നെ ഓർഗനൈസ് ചെയ്യുന്നു. ഇൻ ഓർഡർ ടു ഡ്രോ ഹെൽപ്ഫുൾ ഇൻ കൺക്ലൂഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? അൾട്ടിമേറ്റ്ലി ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. കളക്ട് ചെയ്യുന്നതും സോർട്ട് ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും എല്ലാം കൺക്ലൂഷനിൽ എത്താൻ വേണ്ടിയിട്ടാണ്. ദി പ്രോസസ് ഓഫ് ഡാറ്റ അനാലിസിസ് യൂസസ് അനലറ്റിക്കൽ ആൻഡ് ലോജിക്കൽ റീസണിങ് ടു ഗെയിൻ ഇൻഫർമേഷൻ ഫ്രം ദി ഡാറ്റ. ദി പ്രോസസ് ഓഫ് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ യൂസ് ഓഫ് അനലറ്റിക്കൽ ആൻഡ് ലോജിക്കൽ റീസണിങ്. ഡാറ്റ അനാലിസിസിന് മേലി അനലറ്റിക്കൽ ആൻഡ് ലോജിക്കൽ റീസണിങ് എല്ലാം അതിൽ ലോജിക്കൽ റീസണിങ്ങിലൂടെയെല്ലാം ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ദി പ്രോസസ് ഓഫ് ഡാറ്റ അനാലിസിസ് യൂസസ് അനലറ്റിക്കൽ ആൻഡ് ലോജിക്കൽ റീസണിങ് ടു ഗെയിൻ ഇൻഫർമേഷൻ ഫ്രം ദി ഡാറ്റ. The main purpose of data analysis is to find meaning in data and so that derived knowledge can be used to make informed decisions. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? മെയിൻ പർപ്പസ് ഓഫ് ഡാറ്റ അനാലിസിസ് എന്താണ്? ടു ഫൈൻഡ് ദി മീനിങ് ഇൻ ദി ഡാറ്റ. ആ ഡാറ്റയിലുള്ള മീനിങ് കണ്ടെത്തുക. അതാണ് ഇൻഫർമേഷനാക്കി മാറ്റുക എന്ന് പറയില്ലേ. ഒരു ഡാറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് അതൊരു ഇൻഫർമേഷനാക്കി മാറ്റുമ്പോഴാണ് അതിനൊരു മീനിങ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ആ മീനിങ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ പ്രോസസ്സിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതിലൂടെ നല്ലൊരു മീനിങ് ഉണ്ടെങ്കിൽ ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷനായിട്ട് മാറുന്നു. ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്നു. ഡാറ്റ അനലിറ്റിക്സ് ഈസ് യൂസ്ഡ് ഇൻ ബിസിനസ് ടു ഹെൽപ്പ് ഓർഗനൈസേഷൻ ടു മേക്ക് ബെറ്റർ ഡിസിഷൻ. അൾട്ടിമേറ്റ്ലി ഇതെല്ലാം എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ, ഓർഗനൈസേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് യൂസ്ഫുൾ ഇൻ മാർക്കറ്റ് റിസർച്ച്, പ്രൊഡക്റ്റ് റിസർച്ച്, പൊസിഷനിങ്, കസ്റ്റമർ റിവ്യൂസ്, സെറ്റിൽമെൻറ്റ് അനാലിസിസ് ഓർ എനി അതർ ഇഷ്യൂ ഫോർ വിച്ച് ഡാറ്റ എക്സിസ്റ്റ്. അനലൈസിങ് ഡാറ്റ വിൽ പ്രൊവൈഡ് ഇൻസൈറ്റ് ദാറ്റ് ഓർഗനൈസേഷൻ നീഡ് ഇൻ ഓർഡർ ടു മേക്ക് റൈറ്റ് ഡിസിഷൻസ്. അപ്പോൾ ഇത് പല ഏരിയകളിലും ഉപയോഗിക്കുന്നുണ്ട് ഈ ഡാറ്റ. മാർക്കറ്റിംഗ് റിസർച്ച് ആയാലും പ്രൊഡക്റ്റ് റിസർച്ച് ആയാലും പൊസിഷനിങ് ചെയ്യാനും, ഒരു പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്യാനും, കസ്റ്റമർ റിവ്യൂസ്, അതുപോലെ സെൻറ്റിമെൻ്റ് അനാലിസിസ്, അതെല്ലാം പല മെത്തേഡുകളാണ്. ഇതിലെല്ലാം ഡാറ്റ ആവശ്യമുണ്ട്. അനലൈസിങ് ഡാറ്റ വിൽ പ്രൊവൈഡ് ഇൻസൈറ്റ് ദാറ്റ് ഓർഗനൈസേഷൻ നീഡ് ഇൻ ഓർഡർ ടു മേക്ക് റൈറ്റ് ഡിസിഷൻ. അപ്പം പ്രോപ്പറായിട്ടുള്ള അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പറായിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാനും സാധിക്കും. ഇനി നമുക്ക് വരുന്നത് വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് അനലിറ്റിക്സ്. ബിസിനസ് അനലിറ്റിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്? ഇവിടെ നമുക്ക് 4 പോയിൻ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എ മെത്തഡോളജി ഫോർ കൊമേഴ്ഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ബിസിനസ് അനലിറ്റിക്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് എ മെത്തഡോളജി ഫോർ കൊമേഴ്ഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. ബിസിനസ് അനലിറ്റിക്സ് ഈസ് എ മെത്തഡോളജി ഓർ ടൂൾ ടു മേക്ക് എ സൗണ്ട് കൊമേഴ്ഷ്യൽ ഡിസിഷൻ. വാണിജ്യപരമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഡിസിഷൻസ് ആയിരിക്കും അത്. ഹെൻസ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ക്യാൻ സീ ഇൻ ഹോൾ ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിന് ഇമ്പാക്റ്റ് എൻ്റയർ ഓർഗനൈസേഷനിൽ വിസിബിൾ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. Therefore, business analytics can help to improve profitability in the business, increase market share, revenue, etc. അപ്പം ഒരു ഡിസിഷൻ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് എന്തായിരിക്കും? അത് ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു മനസ്സിലാക്കുക ഇതിലൂടെ. അപ്പോൾ ഇറ്റ് വിൽ ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ബിസിനസ്, ഇൻക്രീസ് മാർക്കറ്റ് ഷെയർ, പ്രോഫിറ്റബിലിറ്റിയും മാർക്കറ്റ് ഷെയറും അതുപോലെ നല്ലൊരു റിട്ടേണും റവന്യൂ എല്ലാം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കും? ഡിസിഷൻ മേക്കിംഗ് സഹായിക്കും. ഈ ഡിസിഷൻ മേക്കിങ്ങിന് എന്ത് വേണം? നല്ല പ്രോപ്പറായിട്ടുള്ള ഡാറ്റ അവൈലബിൾ ആയിട്ട് ഇരിക്കണം. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ, ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഫെസിലിറ്റേറ്റ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അവൈലബിൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ വിച്ച് ഗെയിൻ എഫക്റ്റ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അവൈലബിൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ വിച്ച് ഗെയിൻ എഫക്റ്റ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? പ്രൈമറി ഡാറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനേഴ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് കളക്ട് ചെയ്യുന്ന മെത്തേഡുകളെയാണ് പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പർ, അതുപോലെ ബുക്കുകൾ, നോവലുകൾ, അതുപോലെ ജേണൽസ്, ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ഇൻഫർമേഷൻസാണ് സെക്കൻഡറി ഇൻഫർമേഷൻ എന്ന് പറയുന്നത്.
സോ ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൈമറിയും സെക്കൻഡറി ഡാറ്റയൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസീനെ അത് കൂട്ടാൻ സഹായിക്കും. അപ്പോൾ സ്മൂത്തായിട്ട് എന്ത് ചെയ്യും, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡാറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിൽ നിന്നൊക്കെ ഡാറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നു. അതിലൂടെ നമുക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജസ്. ബിസിനസ് ഡാറ്റ അനാലിസിസ് പ്രൊവൈഡ് എ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ടു ദി കമ്പനീസ്. ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്നുണ്ട് അവിടെ അല്ലേ, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, ബിസിനസ് ഡാറ്റ അനാലിസിസ് എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് ഒരു വ്യത്യസ്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബെറ്ററായിട്ട് അവിടെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ സാധിക്കും. In this digital age, flow of information is almost equal to all firms. So, is how the information is utilized make the company competitive. അതായത് ഇപ്പോഴത്തെ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാ ഓർഗനൈസേഷനും ഇൻഫർമേഷനും കിട്ടാൻ പല വഴികളുണ്ട് അല്ലേ, നമ്മുടെ ഓൺലൈൻ വഴികളും ഓഫ്ലൈൻ വഴികളും എല്ലാം ഉണ്ട്. അപ്പം എല്ലാവർക്കും ഇൻഫർമേഷൻ എല്ലാം കിട്ടും, പക്ഷേ ഈ ഇൻഫർമേഷൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അതിലൂടെയാണ് നമുക്ക് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജസ് ഉണ്ടാക്കാൻ സാധിക്കുക. ബിസിനസ് അനലിറ്റിക്സ് കമ്പൈൻസ് ദി അവൈലബിൾ ഡാറ്റ വിത്ത് വേരിയബിൾ വെൽ തോട്ട് മോഡൽസ് ടു ഇംപ്രൂവ് ബിസിനസ് ഡിസിഷൻസ്. അപ്പോൾ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് കമ്പൈൻ ചെയ്യുന്നുണ്ട് അവൈലബിൾ ഡാറ്റയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് വേരിയസ് മോഡൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജസ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്താണ് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള ഓർഗനൈസേഷനിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അത്രയും കറക്റ്റായിട്ട്, അതായത് ഒരു പിഴവ് പോലും ഇറർ സംഭവിക്കാതെ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് കിട്ടും. അപ്പം മറ്റുള്ളവരിൽ നിന്ന് ഫാസ്റ്റായിട്ടും അതുപോലെ പ്രൊഡക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും നമുക്ക് ഡിസിഷൻ എടുക്കാൻ സഹായിക്കും. നാലാമത്തെ പോയിൻ്റാണ് വാല്യുബിൾ ഇൻഫർമേഷൻ. Convert available data into valuable information. This information can be presented in any required format suitable to the decision maker. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം എന്ത് എടുക്കും, വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും അല്ലേ. വാല്യുബിൾ ഇൻഫർമേഷൻ മീൻസ് കൺവേർട്ട് അവൈലബിൾ ഡാറ്റ ഇൻ ടു വാല്യുബിൾ ഇൻഫർമേഷൻ. ദിസ് ഇൻഫർമേഷൻ ക്യാൻ ബി പ്രസൻറ്റഡ് ഇൻ എനി റിക്വയർഡ് ഫോർമാറ്റ്. ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും, ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഒന്നുകിൽ ഗ്രാഫിക്കൽ രൂപത്തിലോ അതുപോലെ ബാക്കി മാത്തമാറ്റിക്കൽ രൂപത്തിലെല്ലാം നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഡിസിഷൻ മേക്കറുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വാല്യുബിൾ ഇൻഫർമേഷൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബിസിനസ് ഡാറ്റ അനാലിസിസിൻ്റെ ഇമ്പോർട്ടൻസ്, മെത്തഡോളജി ഫോർ കൊമേഴ്ഷ്യൽ ഡിസിഷൻ മേക്കിംഗ്, ഓപ്പറേഷണൽ എഫിഷ്യൻസി, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ആൻഡ് വാല്യുബിൾ ഇൻഫർമേഷൻ. യൂസേഴ്സിന് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബിസിനസ് ഡാറ്റ അനാലിസിസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്താണ് ബിസിനസ് ഡാറ്റ അനാലിസിസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര എടുത്തുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.